Right, guys, welcome back everybody. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഞാൻ തിരിച്ച് നാട്ടിൽ പോവാണ്. 2 വർഷത്തിന് ശേഷം തിരിച്ച് പഞ്ചാബിൽ നിന്ന് നാട്ടിൽ പോകണം. ഇനി നാട്ടിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളായിരിക്കും ഇനി ഷൂട്ട് ചെയ്തിടാൻ പോകണം. അപ്പോൾ എനിക്കിന്നൊരു ഫ്ലൈറ്റ് ഉണ്ട്. 8 മണിക്കാണ് ഫ്ലൈറ്റ്. ഇവിടുന്ന് രാത്രി ഇപ്പോൾ ഓൾമോസ്റ്റ് 5:30 മണിയായി. സോ ഇവിടുന്ന് ഞാൻ ഗേറ്റിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്തു. ഇനി ബോർഡിങ് ചെയ്തു. ഇനി ഗേറ്റിൽ പോകണം. എൻ്റെ ഗേറ്റ് നമ്പർ 2 ആണ്. സോ ഞാൻ ചെക്ക് ഇൻ ചെയ്തിട്ട് ഞാൻ ഗേറ്റ് നമ്പർ 2 പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് 11:30 ആകുമ്പോഴത്തേക്ക് ഞാൻ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തും. അത് കഴിഞ്ഞിട്ട് നാട്ടിലെ വീഡിയോസും നമ്മുടെ ഹോം ജിമ്മിലെ വർക്കൗട്ടും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കുറച്ച് വ്ളോഗ്സും ഞാൻ ഷൂട്ട് ചെയ്തിരുന്നതായിരിക്കും. സോ വെറൈറ്റി ആയിട്ടുള്ള കണ്ടൻസും അതുപോലെ തന്നെ എൻ്റർടൈനിങ്ങും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസുമാണ് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തിടാൻ പോകണം. സോ തീർച്ചയായിട്ടും നിങ്ങൾ അത് കാണുക. നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഇങ്ങോട്ടാണത് ഓക്കെ. സോ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ലൈഫ് സ്റ്റൈലും കൂടെ ചേഞ്ചസ് വരും. കാരണം കുറച്ചും കൂടി ഈസി ആവും. പാരൻസ് ഒക്കെ ഉണ്ട്, അതിനെക്കൊണ്ട് ബോഡി ബിൽഡിംഗ് വൈസ് ആയാലും ലൈഫ് സ്റ്റൈൽ വൈസ് ആയാലും കുറച്ച് ഈസി ആവും. ഞാൻ ഗേറ്റ് ഒന്ന് തപ്പി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാം. Alright, so we are going to board the flight. 7:30 മണിയായി. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ കേരളത്തിലെത്തിയിട്ട് ഷൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഞാൻ നാട്ടിലെത്തി. ഇന്നലെ 11-12 മണിയായപ്പോഴാണ് ലാൻഡ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് എയർപോർട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ അതുപോലെ എയർപോർട്ട് എക്സ്പീരിയൻസ് ഇവിടെ നമുക്ക് പാഷൻ പോട്ടുന്ന മരമൊക്കെ ഉണ്ട്. സോ ഓക്കെ, എന്തൊക്കെയായാലും എയർപോർട്ട് എക്സ്പീരിയൻസ് അത്ര നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു. ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്. ഫ്ലൈറ്റ് കുറച്ച് ഷേക്കി ആയിരുന്നു. നല്ല അത്യാവശ്യം എന്താ പറയുക, നല്ലൊരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്തൊക്കെയായാലും ഞാൻ നാട്ടിൽ വന്നിട്ടൊന്നും നടക്കാറിറങ്ങിയതാണ്. സോ കൂടെ അനിയത്തിയുണ്ട്, പിന്നെ എൻ്റെ കസിനുണ്ട്. എത്രയിലാടാ നീ? 6 ഓക്കെ. സോ ഇവരോട് നടക്കാറിറങ്ങിയതാ. ഓക്കെ, സോ ഞാൻ ഇന്നലെ എന്തൊക്കെയായാലും ഞാൻ എയർപോർട്ടിൽ ട്രാവൽ ചെയ്ത സമയത്ത് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് പ്രോട്ടീൻ ഇൻടേക്ക് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. അത്യാവശ്യം പ്രോട്ടീൻ ഇൻടേക്ക് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. ബേസിക്കലി ഞാൻ ഒരു മീൽ KFC നിർത്തായിരുന്നു. കാരണം എനിക്ക് അവിടുന്ന് പ്രോട്ടീൻ ഇൻടേക്ക് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ബാക്കി കുറച്ച് മീൽസ് ഞാൻ പാക്ക് ചെയ്തെടുത്തായിരുന്നു. സോ അത് കഴിച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ്. കാരണം നാട്ടിലിപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിൽ നിന്നും വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. പഞ്ചാബിലിപ്പോൾ നല്ല ചൂടായിരുന്നു. എന്തായാലും മഴ ആയതിനെ കൊണ്ട് എനിക്ക് അറ്റ്മോസ്ഫിയർ വൈസ് കുറച്ച് നല്ലൊരു പോസിറ്റീവ് വൈബ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്, അതുകൊണ്ട് നല്ല പോസിറ്റീവ് വൈബ്സ് ഉണ്ട്. ഇനി പതുക്കെ ഞാൻ വർക്കൗട്ടൊക്കെ ഷൂട്ട് ചെയ്യും. ജിമ്മിൽ പോയി തുടങ്ങുന്ന സമയത്ത് നാളത്തോട്ട് പോയി തുടങ്ങും. അപ്പം ഞാൻ വർക്കൗട്ട് ഷൂട്ട് ചെയ്തതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും. അതുമല്ല എനിക്ക് കുറച്ച് പഴയ ഫ്രണ്ട്സിനെ, കുറേ നാളെ ഞാൻ കോൺടാക്റ്റ് ഒന്നും ഇല്ലാതെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ പോയി കാണണം. അവരുമായിട്ട് കുറച്ച് വ്ളോഗ്സ് ഒക്കെ എടുക്കണം. കുറേ നാൾ കോൺടാക്റ്റ് ഇല്ലായിരുന്നു പഞ്ചാബിൽ നിൽക്കുന്ന സമയത്ത്. ബട്ട് എന്തൊക്കെയായാലും ക്ലോസ് ഫ്രണ്ട്സാണ്, അവരൊക്കെ പോയി കാണണം. എന്നിട്ട് വീഡിയോസും ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഈ ചാനലിൽ തന്നെ ഇതിൻ്റെ ഇനിയുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. പിന്നെന്താ, നാട്ടിലെത്തിയതിനെ കൊണ്ട് മീൽ പ്രൊപ്പോ അതുപോലത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് എളുപ്പമുണ്ട്. അതുപോലെ തന്നെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന മിക്ക മീൽസും തന്നെയാണ് ഇവിടെ എടുക്കാൻ ശ്രമിക്കുന്നത്. സോ അതിന് കുറച്ച് ഹെൽപ്പ് ഉണ്ട്. പിന്നെ ഇവരൊക്കെ ഉണ്ടായതുകൊണ്ട് ബോറടിയില്ല. എന്താ പറയുക, സമയം നല്ല രീതിയിൽ ബോറടി ഇല്ലാതെ പോകും. സോ അത്രയേ ഉള്ളൂ. എനിക്ക് ജസ്റ്റ് ഒരു ഇൻട്രോ വരാമെന്ന് വെച്ചാൽ ഞാൻ ഇനി അങ്ങോട്ട് വീഡിയോസ് ഉണ്ടാക്കുന്നതായിരിക്കും. എന്തൊക്കെയാലും നാളെ ജിമ്മിൽ പോയിട്ട് അവിടുന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് വർക്കൗട്ടിൻ്റെ വ്ളോഗ് ഇടുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറ്റിലോ അല്ലെങ്കിൽ വർക്കൗട്ടിൽ ചേഞ്ച് വരുത്തെങ്കിലും ഞാൻ ഒന്നുകിൽ ഇവിടെ ഞാൻ കറക്റ്റായിട്ട് പറയും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീക്ക്ലി പോസ്റ്റ് ഇടും എന്താണ് ചേഞ്ച് വരുത്തുന്നത്. ഓക്കെ, സോ ഒരു അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഓക്കെടാ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.